ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് ശരിക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടോ എന്ന് സംശയമായിരിക്കും. മാലദ്വീപൻ സ്പെഷ്യൽ മുട്ട കൊണ്ടുള്ള ബിസ്കീമിയാണ്. നമുക്ക് മസാല കാര്യങ്ങളൊന്നും വഴറ്റി ടൈം കളയാതെ ഇന്ന് വൈകുന്നേരം തന്നെ ചായക്ക് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിസ്കീമയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് അളവിൽ ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 5 പച്ചമുളക് ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരല്പം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഞെരിടി ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് സവാള കാര്യങ്ങളൊന്നും തന്നെ വഴറ്റുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് ഞെരിടി കൊടുക്കുക. അതുപോലെ തന്നെ വേറെ ഒട്ടും തന്നെ ഒരു പൊടികളും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളക് പൊടി പോലും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് എത്ര വേണം നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞെരിടി കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇടുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊതുവേ ഈ ഒരു സ്നാക്കിലേക്ക് ഒരു പൊടികളും ചേർക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഞെരടി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 5 മുട്ട ഇതുപോലെ ചെറുതായിട്ട് നല്ലപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ലപോലെ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 5 മുട്ടയോളം എടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയി കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡിയായി. സിമ്പിളല്ലേ? അതായത് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഈ ഒരു ബിസ്കീമിയയിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പച്ചവെള്ളമാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ അങ്ങനത്തെ ഏതെങ്കിലും എടുക്കുക കേട്ടോ, വെളിച്ചെണ്ണ എടുക്കണ്ടേ, അപ്പോൾ ടേസ്റ്റ് ആകപ്പെടാൻ മാറിപ്പോവും. അപ്പോൾ എല്ലാം ചേർത്തിട്ട് നമ്മുടെ വെള്ളവും കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 3 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് ആ സെയിം കപ്പ് തന്നെ അതിൻ്റെ ഡബിളായിട്ട് പൊടി ഇടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 കപ്പല്ലേ വെള്ളം ചേർത്തത്, അപ്പോൾ 3 കപ്പ് അളവിൽ പൊടി ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം ഈ ഒരു ടൈമിൽ. എന്നിട്ട് ഉടനെ തന്നെ മിക്സാക്കി കൊടുക്കുകയും ചെയ്യാം. നമ്മൾ പത്തിരിക്കൊക്കെ അരിപ്പൊടി വാട്ടിയെടുക്കുമല്ലോ, ആ ഒരു സെയിം രീതി തന്നെ, പക്ഷേ മൈദപ്പൊടി വാട്ടിയെടുക്കുക അതുപോലെ തന്നെ. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പൊടിയുടെ എല്ലാ സൈഡിലും നനവെത്തണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടി കുഴച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒന്നങ്ങ് ചൂടാറുന്നവർ, ഒരുപാടല്ല, നമുക്ക് ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. എന്നാലും നമ്മുടെ കയ്യിലൊന്ന് തൊടാൻ പറ്റുന്ന ചൂടില്ലേ പാകത്തിനുള്ള, ആ ഒരു ചൂട്ടിൽ കുഴച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചൂടോടെ തന്നെ കുഴക്കാൻ നോക്കാം. നമ്മുടെ കൈ പൊള്ളാത്ത രീതിക്കുള്ളൊരു ചൂടുണ്ടാവുമല്ലോ, എന്നാലും ഓരോ തണുത്തിട്ടില്ല കേട്ടോ, കൈയൊക്കെ പൊള്ളുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ചൂട്ടിൽ തന്നെ കുഴച്ചാലേ നമുക്ക് ആ ഒരു മാവ് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ നോർമലി പത്തിരിക്ക് എങ്ങനെ കുഴച്ചെടുക്കുന്നത് അതേ രീതി തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ, എങ്കിലേ അത്രമാത്രം സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് അത്രമാത്രം സോഫ്റ്റായിട്ട് നല്ല രീതിക്ക് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഈ ഒരു രീതിക്ക് തന്നെ കുഴക്കുക. ഇനിയിപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോരോ കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക കേട്ടോ. നല്ല നീരതായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ റോള് ചെയ്തെടുക്കുന്നില്ല, അതേപോലെ തന്നെ റോളിൻ്റെ ആ ഒരു ഷീറ്റ് പോലെ തന്നെ നല്ല നീരതാക്കി പരത്തിയെടുക്കുക. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നേരിയതാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പരത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബിസ്കീമിയ എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ചുള്ള ഷീറ്റ് വലുതാക്കി പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഇതുപോലെ തന്നെ
അപ്പോൾ ഇതുപോലെ ഫില്ലിംഗ് ഇട്ട് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നോർമൽ റോളൊക്കെ ഫോൾഡ് ചെയ്തെടുക്കല്ലോ ആ ഒരു രീതി തന്നെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങനെ വിരലുകൊണ്ട് തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒട്ടിക്കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. വേറെ മൈദ ഗമ്മ് കാര്യങ്ങളൊന്നും ആക്കിയെടുക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ വിരലുകൊണ്ട് ഒന്ന് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു 2 സൈഡിൽ അത് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല സൈഡിൽ കൂടി ഒന്നും പുറമേ പോവില്ല. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നോർമൽ റോള് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരെണ്ണം ബിസ്കീമിയ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നോർമൽ റോളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ നമുക്ക് ബ്രെഡ് ക്രംസിലോ കാര്യത്തിലോ അങ്ങനെയൊന്നും മുക്കിയെടുക്കൊന്നും വേണ്ട, ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബിസ്കീമിയ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം അതിൻ്റെ ആ ഒരു തൊലിഭാഗം നല്ലപോലെ വെന്ത് ക്രിസ്പായിട്ട് വരണം കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് മാത്രം എണ്ണയിൽ നിന്ന് എടുക്കുക കേട്ടോ. ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ക്രിസ്പാണ് കേട്ടോ. പക്ഷെ ചൂടൊന്ന് തണുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും മാറുന്നുണ്ട്. എന്നാലും നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യുന്ന സ്നാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ തന്നെയല്ലേ. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാൻ, നല്ല ഭംഗിയില്ലേ ആ ഒരു ഫ്രൈ ചെയ്തിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്ന് ഈവനിങ് ഇങ്ങനെ റെഡി ആക്കുക. കാരണം എല്ലാം കിച്ചണിലുള്ള ഐറ്റംസ് തന്നെയല്ലേ നമ്മുടെ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഉള്ളിൽ കെച്ചപ്പ് മയോണീസ് അങ്ങനത്തെ വെറൈറ്റി ഒക്കെ ചെയ്ത് പരീക്ഷിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒറിജിനൽ റെസിപ്പി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കെച്ചപ്പ് മയോണീസ് ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ചൂടൊക്കെ തണുത്ത് കേട്ടോ. പക്ഷെ ഫ്രൈ ചെയ്ത പാട് കഴിക്കാൻ ഭയങ്കര ക്രിസ്പേനും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെന്ന കോൺസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ഓർഗാനിക് കോൺസ് ആണ് കേട്ടോ. ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, ഞാൻ നെയിലൊക്കെ ഇട്ടിട്ടുള്ളത് ഈ ഒരു സെയിം കോൺ വെച്ചിട്ടാണ് കേട്ടോ. ഒരു തവണയേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അടിപൊളി കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒട്ടും കെമിക്കലും കാര്യങ്ങളൊന്നും ചേർക്കാതെ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഓർഗാനിക് കോൺസൊക്കെ ആണല്ലേ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്